ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തി കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാണ് കോളർ, അപ്പൊ ഇത് കണ്ടില്ലേ, ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു കോളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഫുൾ അല്ല കേട്ടോ. അപ്പൊ ഹാഫ് കോളർ, ഇതുപോലത്തെ ഒരു കോളർ നമ്മൾ ഹാഫ് കോളർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിൽ കുർത്തി കട്ട് ചെയ്യണത് മെയിൻ ആയിട്ട് പറയുന്നില്ല, കാരണം അതെല്ലാവർക്കും അറിയാലോ. പക്ഷെ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കോളർ കട്ട് ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം, അതുപോലെ തന്നെ നമ്മൾ സാധാരണയിൽ കൂടുതൽ എന്തൊക്കെ ചെയ്യണം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫുൾ ഷോൾഡറിലെ നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഫുൾ ഷോൾഡറിന്റെ ഹാഫ് തന്നെ കൊടുക്കണം നമ്മൾ. അതിൽ നിന്ന് 1 ഇഞ്ച് പോലും കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും, ഈ ഒരു ഇതല്ല, ഇങ്ങോട്ട് കയറിപ്പോവും, ഇങ്ങോട്ട് കയറിപ്പോവും ഈ ഒരു ഭാഗം കേട്ടോ. അപ്പൊ നമുക്കിവിടെ തയ്ക്കാനായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും, അതുപോലെ ഷോർട്ട് സ്ലോപ്പ് കൊടുക്കണം, ഈ ആം ഹോൾ ഒന്ന് കുഴിച്ചു വരയ്ക്കണം, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോളറായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും ഈ അളവ് വെച്ചിട്ട്. അപ്പോൾ ഞാനിതൊരു 40 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവായിട്ട് ഇത് കമ്പയർ ചെയ്ത് ഞാൻ പറയാം, വീഡിയോയിൽ പറയുന്നുണ്ട്, ഓരോരുത്തർക്ക് എങ്ങനെ വേണം എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ നെക്കും ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഇതുപോലത്തെ കോളറും ചെയ്ത് നോക്കുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു തുണിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു നൈറ്റി തുണിയാണ്, നിങ്ങൾക്ക് അറിയാം, 3 മീറ്റർ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു കുർത്തിക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് മടക്കിയിടാന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കുർത്തിയുടെ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറഞ്ഞിട്ടേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് 4ആയിട്ട് ഞാൻ മടക്കിയിട്ടു. ഇത് 4ആയിട്ട് മടക്കിയിട്ടു കേട്ടോ മൊത്തമായിട്ട്. എന്നിട്ട് ഞാൻ താഴെ നിന്ന് മുകളിലോട്ടാണ് ഞാൻ അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ, അത് അവിടെ സ്ലീവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുകളിലെ ഭാഗം. അപ്പോൾ ഇത് 46 ഇഞ്ച് ലെങ്ത്ത് ഞാൻ അതിന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ 46 ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് കണ്ടില്ലേ, അടയാളപ്പെടുത്തി ആ ഭാഗത്ത് ഞാൻ എൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താൻ പോവാണ്. അവിടെ നിന്ന് താഴോട്ടാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ ആ മുകളിലത്തെ ഭാഗം നമുക്ക് സ്ലീവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ സ്ലീവിന് ഒരു 16 ഇഞ്ച്, ഒരു 17 ഇഞ്ച് ലെങ്ത്ത് വരെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഭാഗം അവിടെ ഒഴിച്ചിട്ടിട്ട് ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സ്ലീവിന് എടുക്കാനുള്ളത്. ഇനി എനിക്ക് 7.5 ഇതിൻ്റെ ഷോൾഡർ വേണ്ടു. പക്ഷെ ഞാനിങ്ങനെ നമ്മുടെ ഈ കോളർ കുർത്തികൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി ഫുൾ ഷോൾഡറിൻ്റെ പകുതി, അതായത് 16 ഇഞ്ചാണ് അതിൻ്റെ പകുതി, 8 ഇഞ്ച്. ഇനി നമ്മൾ ഏത് കോളർ എടുക്കുമ്പോഴും നമ്മളൊരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. കണ്ടില്ലേ, അപ്പോൾ ഞാനൊരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് എന്തായാലും കൊടുക്കണം കേട്ടോ നിങ്ങൾ ഏതൊരു കോളർ എടുക്കുമ്പോഴും. അപ്പോൾ അതിനനുസരിച്ച് കൊടുത്തു. അതിനുശേഷം ഞാനൊരു 8 ഇഞ്ചാണല്ലോ ഷോൾഡർ കൊടുത്തത്, അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് 7.25 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 7.25 ഇഞ്ച് ആം ഹോൾ കൊടുത്തു. കണ്ടില്ലേ, 3/4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ, നിങ്ങൾക്ക് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതൊക്കെ നമ്മൾ കോളറിൽ ചെയ്യണം. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് എനിക്ക് 10.25, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ 12.25 എനിക്ക് വരും കേട്ടോ. അപ്പോൾ ഇത് 12.25 നല്ലൊരു ഭാഗം സീം അലവൻസ് അടക്കമാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ അളവിൽ അടയാളപ്പെടുത്തിയെടുക്കുക. അതുപോലെ വേസ്റ്റിൻ്റെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് വേസ്റ്റിൻ്റെ തയ്യൽ തുമ്പ് വരെ കൂട്ടിയിട്ട് എനിക്ക് വരുന്നത് 11 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകണല്ലോ കേട്ടോ. ഇനി ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഞാനൊരു 7 ഇഞ്ച് എടുത്തിട്ട് ഞാൻ എൻ്റെ ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്താണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 22 ഇഞ്ച് ലെങ്ത്ത് വരും കേട്ടോ. നിങ്ങൾക്കിത് അറിയാമല്ലോ, ഞാൻ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സ്പീഡിൽ പോണത്. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് അടക്കം വരെ എനിക്ക് 12 ഇഞ്ചാണ് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിന് നല്ലൊരു ഭാഗം 1.5 ഇഞ്ചും കൂടി കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ചെസ്റ്റ്, വേസ്റ്റ്, അതുപോലെ ഹിപ്പ് എല്ലാം നിങ്ങൾ കൊടുക്കുക. കണ്ടില്ലേ, നിങ്ങൾ സീം അലവൻസ് എല്ലായിടത്തും ഞാൻ കൊടുത്തിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണമല്ലോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ ഞാൻ കൊടുക്കുന്നത് 13.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഏറ്റവും അടിയിൽ അതിൻ്റെ ആ വൈഡ് കൊടുക്കുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു കുർത്തി എങ്ങനെയാണോ ചെയ്യുക അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ, നോർമൽ കുർത്തിയുടെ. അപ്പോൾ നമുക്ക് ഇതിന് 2.5 ഇഞ്ച് മാത്രമേ നമ്മൾ എടുത്താൽ മതി. ഏതൊരു ആളുകൾക്കും ഒരു 2.5 ഇഞ്ച് വൈഡ് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു 42 സൈസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2.5 കഴിഞ്ഞ് 1 പോയിൻ്റ് വ്യത്യാസത്തിൽ ഞാൻ അടയാളപ്പെടുത്തി. എല്ലാവർക്കും ഒരു 2.5 ഇഞ്ച് മതിയാവും. 2.5 ഇഞ്ചാണ് ഇതിൻ്റെ കറക്റ്റ് വരിക കേട്ടോ. നമുക്ക് വൈഡ് വേണം. ഇനി നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിന് ഒന്നും ചെയ്യില്ല, ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു 6 ഇഞ്ച് കൊടുക്കാം. നമുക്ക് കഴുത്ത് കടക്കണ്ടേ, വേണമെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണില്ല കേട്ടോ. ഒരു 6 ഇഞ്ച് എനിക്ക് ലെങ്ത്ത് കൊടുക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കഴുത്ത് കടന്നു പൊക്കോളും. ബാക്കിലേക്ക് നമ്മളൊന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഷോൾഡർ സ്ലോപ്പിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും കുഴിച്ച് വരയ്ക്കല്ലോ. അപ്പോൾ അതുപോലെ 1.5 ഇഞ്ചിൽ ബാക്ക് ആം ഹോൾ വരച്ചെടുത്തു. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു 3/4 ഇഞ്ചിൽ നമ്മളിത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യാം. 3/4 ഇഞ്ചിൽ ഉള്ളിലേക്ക് കുഴിച്ച് വരയ്ക്കല്ലോ.
അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല കേട്ടോ, വേഗം വേഗം പറഞ്ഞു പോവാണ്. അപ്പോൾ കോളറിൻ്റെ ആ ഭാഗത്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഷോൾഡർ എടുക്കുമ്പോഴും അതുപോലെ ആം ഹോൾ എടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേ മൊത്തമായിട്ട് നമ്മൾ ആ ഒരു കുർത്തിയുടെ ആ ഒരു ബാക്ക് ആം ഹോളിൽ കൂടെ മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ഈ സെൻറ്ററിൽ ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ, അത് നമുക്കറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഈ നെക്കിൻ്റെ ഭാഗം നമുക്കൊരു ആ ഒരു ഷേപ്പ് കൊടുക്കണം നെക്കിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കോർണർ കണ്ടില്ലേ, ആ ഒരു കോർണർ ഉണ്ടല്ലോ, ആ കോർണറിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി ഹൈറ്റിൽ. എന്നിട്ട് പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഞാൻ ഇതുപോലെ ഇതൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ ഈ താഴെ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് കണ്ടില്ലേ, എക്സ്ട്രാ 1/2 ഇഞ്ച്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ഷേപ്പ് വരയ്ക്കുന്നുണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ഷേപ്പ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു സ്ക്വയർ വീട് കേട്ടോ. പിന്നെ നമ്മുടെ ആ നെക്കിൻ്റെ വൈഡ് ഒരിക്കലും കൂട്ടാൻ പാടില്ല. കറക്റ്റായിട്ട് നെക്കിൻ്റെ വൈഡിലേക്ക് 2.5 ഇഞ്ചിലേക്ക് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടിയില്ലേ. ഇതിപ്പോൾ ഫ്രണ്ടിലെ നെക്കാണ് കേട്ടോ, ഞാൻ രണ്ടും ഒരുമിച്ചിട്ടുണ്ടെന്ന് മാത്രം. വെട്ടുമ്പോൾ ഞാൻ ഫ്രണ്ടിനൊക്കെ തന്നെയായിട്ട് തന്നെ വെട്ടുള്ളൂ കേട്ടോ. ബാക്കിലൊന്നും നമുക്ക് ചെയ്യാനില്ല, ഞാൻ ബാക്കിലേക്ക് ഒന്നും ഇറക്കി വെട്ടുന്നില്ല കേട്ടോ അതിൻ്റെ. അങ്ങനെ ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം ഇതുപോലെ നമുക്ക് സ്ലീവിൻ്റെ കണ്ടില്ലേ, സ്ലീവ് 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഫോൾഡഡ് സൈഡ് ഈ ഒരു ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ഞാൻ സ്ലീവിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എനിക്കൊരു 17 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ക്യാപ്പ് ഹൈറ്റ് ഒക്കെ എങ്ങനെ എടുക്കാമെന്ന് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ക്യാപ്പ് ഹൈറ്റ് ഒരു 3.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ അപ്പോൾ എനിക്കൊരു 9 ഇഞ്ചാണ്, 9.5 ഇഞ്ച് എനിക്ക് ആം ഹോളിൻ്റെ ആ ഒരു അളവ് വേണം. കണ്ടില്ലേ, ആ ഒരു 9.5 ഇഞ്ച് ഞാൻ അവിടെ 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ഞാനൊരു തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ കുർത്തിക്ക്, അപ്പോൾ അതിന് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പ് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഞാൻ ഇതെങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ഈ വളരെ അടുത്തൊരു മുമ്പിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അതെ മുമ്പല്ല, ഈ അടുത്ത് തന്നെ ഇട്ടൊരു വീഡിയോ ആണ്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ സ്ലീവിൻ്റെ ഇത് ചെയ്യട്ടോ. അതിൽ ചെറിയ സ്ലീവാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഇതിൽ വലിയ സ്ലീവായിട്ട് ചെയ്തു എന്ന് മാത്രം. പക്ഷേ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി എൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ, അതേ ഈ ഒരു ഭാഗത്ത്. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തില്ലേ, അപ്പോൾ അതും കൂടി നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക. ഇത് നമുക്ക് കോളറിലാണ് മെയിനായിട്ട് പറയാനുള്ളത്. നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ ഞാൻ അതിലിട്ടുണ്ട് കേട്ടോ, അത് കണ്ടാൽ മതി. ഇനി നമുക്ക് ഇവിടെ ഒരു സെൻറ്റർ നോച്ച് കൊടുക്കാം കേട്ടോ, അതിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കറക്റ്റ് ഫിറ്റിങ് വരുന്ന ആ ഒരു ഭാഗം. ഇപ്പം നമുക്കിനി കുഴിച്ചു വെട്ടണമല്ലോ, കണ്ടില്ലേ. അപ്പോൾ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ വെക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഒരേപോലെ വയ്ക്കുക. നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചൊരു ആ ഭാഗം ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് കിട്ടുന്ന ആ ഭാഗം നമ്മൾ കണ്ടില്ലേ, അത് ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വരച്ചാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലേക്ക് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതറിയാത്തവർക്ക് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് അത് അറിയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത് നമ്മൾ ഇതുപോലെ ഒരു പീസ് 2ആയിട്ട് മടക്കിയിട്ടാണ് ഞാൻ ഫോൾഡഡ് കണ്ടോ, നമ്മുടെ കുർത്തി ഫോൾഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു പീസ് എടുക്കുക കേട്ടോ. നമ്മുടെ ആ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് ഒന്നും ചെയ്യേണ്ട, ബാക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചു, കണ്ടില്ലേ. അതിനുശേഷം നമ്മളിത് ആ ഒരു തുണിയിൽ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഈ കുർത്തിയുടെ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആ രണ്ടും ഒരുപോലെ വെച്ചിട്ട് ആ ഒരു നെക്കൊന്ന് നമ്മൾ അതേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ആ തുണിയിലേക്ക്. അപ്പോൾ നമുക്കതൊന്ന് വെച്ച് മറച്ച് നമുക്ക് തയ്ക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കട്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ ആ ഒരു തുണിയിൽ. അപ്പോൾ ഇതുപോലെ എടുക്കുക. ഇപ്പോൾ നമുക്ക് തുണിയിൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് കിട്ടില്ലേ. ഇനി അവിടെ നിന്ന് ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ മതി. 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ചുറ്റും അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം ഒന്ന് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അതാ കണ്ടില്ലേ, ആ ഒരു ഭാഗം ചുറ്റും ഒന്ന് തയ്ച്ചു കൊടുക്കണം ആ ഒരു തുണിയുടെ കേട്ടോ. ആ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തിയില്ലേ, ഇതുപോലെ നെക്ക് വരും കേട്ടോ. അപ്പോൾ ആ എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, തയ്ച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമുക്കിതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ കോളർ നോക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ നെക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ആക്കി അതിൻ്റെ തുമ്പ് ആ 1.5 ഇഞ്ചിൻ്റെ ഭാഗം കണ്ട അതുപോലെ ഒന്ന് തയ്ച്ചു കൊണ്ടുവന്ന് നല്ല പുറത്ത് വെച്ചിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കി നമ്മളൊരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പ് തയ്ച്ചെടുത്ത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കില്ല, വീഡിയോ ലെങ്തായി പോട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഷോൾഡറുകൾ നമ്മൾ കണ്ടില്ലേ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഷോൾഡർ ജോയിൻ ചെയ്തത്. ഇനി നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കോളറിൻ്റെ അളവ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഹാഫ് കോളറാണല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് കണ്ട, ഈ ഒരു ഭാഗത്തുനിന്ന് 2.5 ഇഞ്ച്, ഹാഫ് നമുക്ക് അത്രയും വേണ്ട കേട്ടോ. കണ്ടില്ലേ 2.5 ഇഞ്ച് ചുറ്റി വന്ന് ഈ ഒരു 2.5 ഇഞ്ചിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ആ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു ഭാഗത്തുനിന്ന് നമ്മൾ അളന്ന് തുടങ്ങാം കേട്ടോ. കണ്ടോ നമ്മുടെ അളവെടുത്ത് തുടങ്ങുക. അതായത് അപ്പുറത്തെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയത് വരെ നമ്മൾ അളന്ന് ചുറ്റും ഇതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അളന്നെടുക്കുക. അത് ആയത്തിൽ നമ്മൾ അളന്നെടുത്താൽ മതി. അപ്പം നമുക്ക് അല്ലെങ്കിൽ തിക്കും തിരക്കാവുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. പതുക്കനെ പിടിച്ച് നമ്മൾ അളന്ന് അപ്പുറത്ത് നമ്മൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ ഒരു ലെങ്ത്ത് വരെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 12 ഇഞ്ചിൻ്റെ കേട്ടോ. 12 ഇഞ്ചാണ് എനിക്ക് കോളർ വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ 12 ഇഞ്ച് ലെങ്ത്തിലാണ് എനിക്ക് കോളർ വേണ്ടത്. അപ്പോൾ ഞാൻ ക്യാൻവാസ് ഇതുപോലെ എടുക്കും കേട്ടോ. ഫോൾഡഡ് സൈഡ് നോക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എടുക്കേണ്ടത് എനിക്ക് എത്രയാണ് എനിക്ക് 12 ഇഞ്ചല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് വേണ്ടു ഉണ്ടോ. 6 ഇഞ്ച് എടുത്തു. ഇനി അതിൻ്റെ ഒരു നമുക്ക് ആ ഒരു കോളറിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് 1 ഇഞ്ചാണ് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതി വേണ്ടു. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് 1 ഇഞ്ച് കൊടുത്തു. നമ്മൾ ആ 1 ഇഞ്ച് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയുമായിരിക്കും, എന്നാൽ ഇത് ഈസി ഉള്ള കോളറാട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ആ ഫോൾഡഡ് അല്ലാത്ത സൈഡിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച്, ഫോൾഡഡ് അല്ല കേട്ടോ, ഫോൾഡായ സൈഡ് അപ്പുറത്താണ്. ആ തുറന്നിരിക്കുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ ഇതൊന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കില്ലേ നമ്മൾ കോളറിൻ്റെ ആ ഭാഗം നമ്മൾ കണ്ടിട്ടില്ലേ കോളർ ഇടുമ്പോൾ. അപ്പോൾ ആ ഒരു ഭാഗം അപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തിലാന്ന് പ്രത്യേകം പറയണു ഞാൻ. ഇതുപോലെ വിരിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടും ഒരുപോലത്തെ തുണി ഇതുപോലെ എടുത്ത് കൊണ്ടുവരിക. മനസ്സിലായല്ലോ? ഒരുപോലത്തെ തുണി തന്നെ എടുത്ത് കൊണ്ടുവരിക. കുറച്ച് വീതി ഇതൊക്കെ വേണം കേട്ടോ, എത്രയും വീതിയൊക്കെ വേണം, നീളവും വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുക. അതിലൊരു തുണിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊണ്ടുവരാം കേട്ടോ. ഇതുപോലെ വെക്കുക. നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ നമുക്ക് തേക്കാൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് തേച്ച് അയൺ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഞാനത് അയൺ ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം അയൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പ്രത്യേകം പറയാൻ വിട്ടുപോയതാണ്. 1/2 ഇഞ്ച് താഴേക്ക് എന്തായാലും ഈ ഒരു പീസിൽ വേണം കേട്ടോ. നമുക്കിത് ഇതുപോലെ മടക്കി തയ്ക്കാനുണ്ട്. ഞാനിവിടെ ഒന്ന് മടക്കി തയ്ക്കണം. ചിലർ പശ വെച്ച് ഒട്ടിക്കും, കാരണം ഈ തയ്യൽ പുറത്തേക്ക് കാണുന്നതാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിച്ചിട്ട് അത് അഴിച്ച് കളഞ്ഞാൽ മതി. പക്ഷേ ഇത് തയ്ക്കണതായിരിക്കും നമുക്ക് എപ്പോഴും ഇത് നല്ല സേഫായിട്ട് നമുക്ക് കോളർ തുന്നാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ തുണിയിൽ അങ്ങനെ കാണില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, അടുത്ത നമ്മളൊരു പീസ് എടുത്തിട്ട് നല്ല പുറത്തേക്ക് വെച്ചിട്ട് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. കണ്ടോ? ആ ഒരു തുണിക്കും 1/2 ഇഞ്ച് ഇതുപോലെ ഉണ്ടാവണം. കണ്ടില്ലേ? ഇപ്പം ഞാൻ തയ്ച്ച് ഒരു തുണിയിൽ ഞാൻ തയ്ച്ച് മടക്കി കൊണ്ടുവന്നു. അതിന് ശേഷം അടുത്ത തുണി എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ചിന് 1/2 ഇഞ്ചിന് മീതെ വെച്ചിട്ടാണ് ഞാൻ മറ്റേ തുണി വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഞാൻ പറഞ്ഞ എങ്ങനെ എനിക്ക് ഫലിപ്പിക്കാമെന്നറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. മറ്റേ തുണിക്ക് നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം. ഇത്രയും മനസ്സിലായല്ലോ. ഞാനൊരു പിൻ കുത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇട്ടത്. നമ്മൾ തയ്ച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട ഈ ഒരു ഭാഗമല്ലേ ഏറ്റവും താഴ്ത്തുന്നല്ല, ഈ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു നമ്മുടെ ക്യാൻവാസിൻ്റെ അരിക് ചേർന്ന് നമ്മൾ തയ്ച്ചു കൊണ്ടുവരാം. നമ്മളവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് അരിക് ചേർന്ന് നമ്മൾ തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ അറ്റം വരെ, അതായത് ഈ അറ്റത്തെ ആ ഒരു അതിൻ്റെ ഒരു കർവ് ഷേപ്പിൽ അവിടെ വരെ മതി കേട്ടോ, താഴേക്ക് വേണ്ട. അപ്പോൾ ആ ഒരു കർവ് ഷേപ്പിൻ്റെ അവിടെ വരെ നമ്മൾ തയ്ച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ഭാഗം. ഇപ്പോൾ കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ചിൽ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കളയാൻ പോകണം കേട്ടോ. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ മതിയാവും. പക്ഷേ 1/2 ഇഞ്ച് ഇടുന്നതാണ് നല്ലത് ബിഗിനേഴ്സൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് ചുറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ നമ്മൾ പറയുമ്പോൾ. പിന്നെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പോൾ ഇതുപോലെ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ വരും. അടിയിലത്തെ തുണി കണ്ടോ ഒരു 1/2 ഇഞ്ച് ഇറങ്ങി നിൽക്കണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇതുപോലെ ചുറ്റും അതൊന്ന് വളഞ്ഞ് പോകണ്ടേ, അത് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വളഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്ത് അതൊന്ന് പുറത്തേക്ക് ഇതുപോലെ നമ്മളൊന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ
കണ്ടോ, കണ്ടില്ലേ? ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആ കോർണറും ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് ഒന്ന് കുത്തി നമ്മൾ ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് കുത്തിയിട്ടെടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, നമ്മളിപ്പോൾ ആ റേഞ്ച് നമുക്ക് കൂടുതൽ അപ്പുറത്തെ തുണിയിൽ നമ്മൾ ഇട്ടായിരുന്ന ആ ഭാഗം വന്നത് കണ്ടില്ലേ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനിയാണ് നമുക്കിത് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ആ ഒരു ഭാഗം ഈ കാണുന്ന ഭാഗത്തോടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അരിക് ചേർന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, അരിക് ചേർന്നിട്ട് നമ്മളിങ്ങോട്ട് നീക്കി കൊണ്ടുവരരുത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്കൊരു ഐഡിയ ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ റേഞ്ചിൻ്റെ അവിടെ എന്തെങ്കിലും ഇതുകൊണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. തെളിച്ചുള്ളൊരു ചോക്ക് കൊണ്ട് നന്നായിട്ട് വരച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡ് ലൈനാണ് അത്. ആ ഒരു ഗൈഡ് ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്ക്കുമ്പോൾ അതിലൂടെ തയ്ച്ചു പോയാൽ കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ നല്ല കാണാൻ ഒരു ചോക്ക് എടുത്തൊന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ പോയിന്റ് എന്താണെന്ന്. ഇനി അതിനൊരു സെൻറ്റർ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു സെൻറ്റർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുർത്തി തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് സെൻറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്ററും അതുപോലെ തന്നെ നല്ല പുറത്താണ് വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. നമ്മുടെ ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മുടെ ആ ഒരു കുർത്തിയുടെ പകുതിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം. വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ലൈൻ നേരത്തെ വരയ്ക്കാൻ പറഞ്ഞില്ലേ, ആ ഒരു ലൈൻ നമ്മളവിടെ പിൻകുത്തി കൊടുക്കട്ടെ. എന്നിട്ട് ആ ഒരു ലൈനിൽ കൂടെ മാത്രം നമ്മൾ തയ്ച്ചു വരിക. മനസ്സിലായോ? അതൊരു 1/2 ഇഞ്ച് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഞാൻ അവിടെ ഒന്ന് പിൻകുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്ക്കുമ്പോൾ ആ 1/2 ഇഞ്ചിൽ കൂടെ മാത്രം ഇതിൻ്റെ ചുറ്റും നമ്മൾ തയ്ച്ചു വരിക. ഞാൻ കണ്ടോ, ഇവിടെ നിന്ന് തൊട്ട് ആ 1/2 ഇഞ്ചിൽ കൂടെ നമ്മൾ ആ ഒരു ലൈനിൽ കൂടെ കീപ്പ് ചെയ്ത് കറക്റ്റ് ആ ഒരു കീപ്പ് ചെയ്ത് തയ്ച്ചു കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പം എനിക്ക് കറക്റ്റായിട്ട് നിൽക്കും. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയോളൂ. അപ്പം നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്, എവിടെയും വ്യത്യാസങ്ങൾ വരില്ല. കണ്ടോ, അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ അത് ഉള്ളിലേക്ക് കൊടുക്കണം. കണ്ടോ, ഈ അറ്റം വരെ നമ്മൾ തയ്ച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് അതിൻ്റെ ആ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് വരും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിത് ഇങ്ങനെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. ചുറ്റും നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുറ്റും നമ്മൾ തയ്ച്ചു കൊടുത്തു. ഞാൻ തയ്ച്ചു കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ഇതുപോലെ തയ്ച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ കോളർ റെഡി ആയിട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടില്ല. ഹാഫ് കോളർ ആകുമ്പോൾ പിന്നെ ഇത്തിരി ഇറങ്ങിയാലും കയറിയാലും പ്രശ്നമില്ല. മറ്റേ ചൈനീസ് കോളറിൻ്റെ പോലെ അല്ല. അപ്പോൾ ഇതുപോലെ എൻ്റെ നെക്കൊക്കെ കൊടുത്തു. പിന്നെ അതുപോലെ സ്ലീവ് ആ ഒരു ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിന് സ്ലിറ്റ് ഇട്ടിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ലിറ്റൊക്കെ ആ ഒരു ഇതിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ സ്ലിറ്റും ഒക്കെ നമ്മൾ നോർമൽ അടിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കോളറിൻ്റെ ഭാഗമാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ്